Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. മനസ വാച കർമ്മണ. നമസ്കാരം. മനസ വാച കർമ്മണയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത്. മനസ വാച കർമ്മണയുടെ 15ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് തുടക്കം കുറിക്കാം. അതിനായി നമുക്ക് എത്രയും സ്നേഹത്തോടെ നമ്മുടെ പ്രിയങ്കരനായ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ജോൺ പനക്കൽ സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം ഷിനോയ്. പറയൂ, എന്താണ് ഇന്നത്തെ വിശേഷങ്ങൾ? ഈ 15ാമത്തെ മനസാ വാച കർമ്മണ എന്ന പരിപാടിയുടെ എപ്പിസോഡിൽ ദയാവധത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദയാവധം ദാഹിക്കുന്നവർ, ദയാവധം ദാഹിക്കുന്ന വൃദ്ധരായ പലരും നമ്മുടെ ഇടയിലുണ്ട്. അവർ പരസ്യമായി അത് പ്രഖ്യാപിക്കാറില്ല. പക്ഷെ അവരുടെ മനസ്സെപ്പോഴും അത് മന്ത്രിച്ചു കൊണ്ടിരിക്കും. ഈ ദയാവധം എന്ന മലയാള പദത്തും ഉണ്ടായത് യുതനേസിയ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. യുത് എന്ന് പറഞ്ഞാൽ ദയ, നേഷ്യ എന്ന് പറഞ്ഞാൽ മരണം, ഇല്ലാതെയാവുക എന്നർത്ഥം. യുതനേഷ്യ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ദയാവധം എന്ന മലയാള പദം ഉണ്ടായത്. ഈ യുതനേഷ്യ രണ്ടുണ്ട്. ഒന്ന് ആക്റ്റീവ് യുതനേഷ്യ, മറ്റത് പാസീവ് യുതനേഷ്യ. ആക്റ്റീവ് യുതനേഷ്യ എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് ഒരു മെഡിക്കൽ ബോർഡാണ്. ജില്ലാ മജിസ്ട്രേറ്റ് നിയമിക്കുന്ന ഒരു മെഡിക്കൽ ബോർഡ് രോഗിയായി കിടക്കുന്ന അല്ലെങ്കിൽ പ്രായമായി കിടക്കുന്ന ഈ ആളിന് ഇനി ഏത് മരുന്ന് കൊടുത്താലും രക്ഷയില്ല എന്ന് വിധിക്കുകയാണ് എങ്കിൽ, ആ ബോർഡ് അത് കൽപ്പിക്കുകയാണെങ്കിൽ ആ ബോർഡിൻ്റെ തീരുമാനപ്രകാരം മരുന്ന് കുത്തിവെച്ച് ആളിന് വധം നൽകാം, അല്ലെങ്കിൽ ആളിനെ കൊല്ലാം. ബൈ ലോ പ്രകാരം അത് അനുവദനീയമാണോ? സുപ്രീം കോടതിയിൽ ഉള്ള ഡയറക്റ്റീവ്സ് ഉണ്ട്, അതാണ് ഞാൻ പറയുന്നത്. ബൈ ലോ പ്രകാരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദയാവധം വേണമെന്ന് ആഗ്രഹിച്ച് വില്ലെഴുതി വെക്കുന്ന ആളുകൾക്ക് ദയാവധം നൽകുന്ന ചില രാജ്യങ്ങൾ ലോകത്തിലുണ്ട്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. മരുന്ന് ഫലപ്രദം ആകാതെ വരുമ്പോൾ വെറുതെ രോഗി കിടന്ന് കഷ്ടപ്പെടാതെ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ തീരുമാനപ്രകാരം സോഡിയം കലർന്ന ശക്തമായ മരുന്ന് കുത്തിവെച്ച് ആ ആളിനെ ശാന്തമായി മരിക്കാൻ അനുവദിക്കുക, അതിനെയാണ് ആക്റ്റീവ് യുതനേഷ്യ എന്ന് പറയുന്നത്. മറ്റേത് പാസീവാണ്. എല്ലാ ജീവൻ രക്ഷാ ഉപകരണങ്ങളും ഒരു രോഗിയിൽ പ്രയോഗിച്ച് കഴിഞ്ഞിട്ടും പ്രയോജനമില്ല. ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാ അറ്റംപ്റ്റും നടത്തി, പക്ഷേ കൃത്രിമ ശ്വാസോച്ഛ്വാസം വരെ നൽകി, പ്രയോജനമില്ല. അങ്ങനെ പ്രയോജനമില്ലാതെ വരുമ്പോൾ ബന്ധുക്കളുടെയും ഡോക്ടർമാരുടെയും
കൂട്ടായ തീരുമാനപ്രകാരം ആ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ മാറ്റുമ്പോൾ രോഗി ശാന്തമായി മരിക്കും. അവിടെ ശാന്തത ഉണ്ടാകണമെന്നില്ല, ഉപകരണങ്ങൾ മാറ്റുക, അതിനെയാണ് പാസീവ് യുതനേഷ്യ എന്ന് പറയുന്നത്. പക്ഷേ ഈ രണ്ട് യുതനേഷ്യയ്ക്കും, ഈ രണ്ട് ദയാവധത്തിനും മെഡിക്കൽ ബോർഡിൻ്റെ അനുവാദം വേണം. ആ മെഡിക്കൽ ബോർഡിനെ നിയമിക്കുന്നത് ഡിസ്ട്രിക്റ്റ് മജിസ്ട്രേറ്റ് ആയിരിക്കണം. ഇതാണ് ഒരു ധാരണ നമ്മുടെ രാജ്യത്തുള്ളത്. ഇത് പ്രാവർത്തികമായിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒഫീഷ്യലായിട്ട് സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ് ഇങ്ങനെയാണ്. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു, നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ ഇത് പ്രാവർത്തികമാണോ ഇല്ലയോ എന്ന്. നോർമലി അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ച് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്ക് പ്രയോജനമില്ല എന്ന് വരുമ്പോൾ ബന്ധുക്കളെ വിളിച്ച്, വീട്ടുകാരെ വിളിച്ച് ഡോക്ടർമാർ പറയും, ഇനി അധികമില്ല, ഇതങ്ങ് എടുത്തോട്ടെ, നിങ്ങളുടെ അനുവാദം ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് പറയും. അത് പാസീവ് യുതനേഷ്യ. മനസ്സിലായില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. എൻ്റെ ജീവിതത്തിലെ അനുഭവം ഞാൻ പറയാം. ഞാൻ അവധിക്ക് പോകുമ്പോൾ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ അടുത്തുള്ള, പ്രത്യേകിച്ച് കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വൃദ്ധസദനങ്ങൾ സന്ദർശിക്കാറുണ്ട്. വൃദ്ധസദനങ്ങൾ മാത്രമല്ല, വൃദ്ധർ താമസിക്കുന്ന വീടുകളുണ്ട്. ആ വീട്ടിലെ മക്കളൊക്കെ വെളിയിൽ ജോലിക്കാരായിരിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ടത്തെ കാലത്തൊക്കെ കൂട്ടുകുടുംബം ഉണ്ടായിരുന്നപ്പോൾ ഒരു വീട്ടിലെ കൂട്ടായിട്ട് ആളുകൾ താമസിക്കുകയാണ്. അപ്പോൾ പരസ്പരം ശുശ്രൂഷിക്കാനും കരുതാനും നോക്കാനും ഒക്കെ ആളുകളുണ്ടായിരുന്നു. 5-6 മക്കളും ഉണ്ടായിരുന്നു. അതെ. അതിൽ 5-ാമനോ 4-ാമനോ വീട്ടിൽ കാണും. ബാക്കിയുള്ളവരെ പുറത്തു പോകത്തുള്ളൂ. പുറത്തു പോയിട്ട് അവര് ഹെൽപ്പ് ചെയ്യും ഈ വീട്ടിൽ നിൽക്കുന്നവരെ കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ. അങ്ങനെ ഒരു സംവിധാനം പണ്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കുടുംബാസൂത്രണം ഒരു വീട്ടിൽ അംഗങ്ങളെ അണുകുടുംബങ്ങളാക്കി മാറ്റി. അതായത് 1 അല്ലെങ്കിൽ 2. ഇപ്പോൾ മക്കളെ വേണ്ടെന്നാണ് പറയുന്നത്. മക്കളുണ്ടെങ്കിൽ തന്നെ ഒരെണ്ണം മതി, ഒന്ന് കാണാനും ഒന്ന് സ്നേഹിക്കാനും വർത്തമാനം പറയാനും. എത്ര നാളാണ്? അവർ പ്രായമാകുമ്പോൾ അവർക്ക് ജീവനോപാധി വേണം. അവർ വിവാഹിതരാകുമ്പോൾ അവർക്ക് മക്കളുണ്ടാകും. അവരെ ശുശ്രൂഷിക്കാനുള്ള വരുമാന മാർഗം ഉണ്ടാവണം. ഇതിനൊക്കെ നമ്മുടെ നാട്ടിൽ ഫ്ലോട്ട് ചെയ്ത് കിടന്നാൽ വലിയ ആശയില്ല എന്ന് കരുതി ആളുകൾ വെളിയിലേക്ക് പ്രവഹിക്കാറുണ്ട്. അങ്ങനെ പ്രവഹിച്ചു പോകുന്ന ആളുകൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നാട്ടിലുള്ള നമ്മുടെ ആളുകളുടെ സമീപനമാണ്. ഒരുത്തൻ ഗൾഫിലേക്ക് തന്നെ വന്നു, തിരിച്ച് ആദ്യത്തെ അവധിക്ക് ചെല്ലുമ്പോൾ തന്നെ അവനെ നോക്കുന്നത് മഞ്ഞ കണ്ണു വെച്ചാണ്. അവൻ എന്തോ കൊണ്ടുവന്നു, നമ്മളെക്കാൾ ഇവൻ പുരോഗതി പ്രാപിച്ചോ എന്നുള്ളൊരു മഞ്ഞക്കണ്ണുണ്ട് എപ്പോഴും വെളിയിൽ പോകുന്നവർ നേരെ നാട്ടിലുള്ളവർ. എങ്ങനെയും ഊറ്റിയെടുക്കാൻ നോക്കുകയും ചെയ്യും. ഇതൊക്കെ ഞാൻ പറയുന്നത് പച്ചയായ പരമാർത്ഥങ്ങളാണ്. ആരും പരിഭവിക്കേണ്ട കാര്യമില്ല, ഉള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് നാട്ടിലോട്ട് തിരിച്ചു പോകാൻ ഭൂരിഭാഗം ആളുകളും ഇഷ്ടപ്പെടുന്നില്ല. ആ പ്രവാസ ലോകത്ത് തന്നെ, ചേക്കേറിയ സ്ഥലത്ത് തന്നെ എങ്ങനെയും അടിഞ്ഞുകൂടാൻ ശ്രമിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. നാട്ടിൽ പോയ ഒരു ജീവിത ഉപാധി കണ്ടെത്താനും ഇത്തിരി പാടാണ്. അതെ, അതുണ്ടായിരുന്നെങ്കിൽ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ പോകുന്ന ആളുകൾ അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ പ്രതിബദ്ധതയില്ലാത്തവരാണെന്ന് പറയരുത്. പലപ്പോഴും നമ്മുടെ സമൂഹം മാതാപിതാക്കളെ ശ്രദ്ധിക്കാത്ത മക്കൾ എന്ന് പറഞ്ഞ് ലേബൽ അടിച്ചുവിടും. അത് അത്ര കണ്ട് ശരിയല്ല. അവർക്ക് പരിമിതിയുണ്ട്. അവർക്ക് എപ്പോഴും വന്ന് ശുശ്രൂഷിക്കാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് അവരെ വൃദ്ധസദനത്തിലേക്ക് ചിലപ്പോൾ വിടും. ചിലപ്പോൾ വീട്ടിൽ ഒരു റെഡ് ക്രോസുകാരനെയോ റെഡ് ക്രസൻറ്റുകാരനെയോ വെച്ചിട്ട് അവിടെ ശുശ്രൂഷിപ്പിക്കാൻ ശ്രമിക്കും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ ഇങ്ങനെ താമസിക്കുന്ന വൃദ്ധ ദമ്പതികളോ വൃദ്ധരോ തൃപ്തരല്ല.
അങ്ങനെ കൊടുക്കുന്ന ശുശ്രൂഷകൾ വൃദ്ധസദനങ്ങളിലാണെങ്കിൽ പോലും ഇന്ന് ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്. അഡ്മിഷൻ കിട്ടാൻ പാടായിരിക്കും അല്ലേ? പൊളിറ്റിക്സ് എടുക്കുന്ന പോലെ പൊളിറ്റിക്സ് ഉണ്ട്. പണം മറിച്ചെങ്കിലേ പലതും നേടാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ കൊച്ചിയിൽ ഈ വൃദ്ധർ താമസിക്കുന്ന വീടുകൾ സന്ദർശിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. 90 കഴിഞ്ഞവരാണ് രണ്ടുപേരും. കൂട്ടിനൊരു നായ്ക്കുട്ടിയുമുണ്ട്. വളരെ വിദ്യാസമ്പന്നരായ അച്ഛനും അമ്മയുമാണ്. അവരുടെ 2 മക്കളും വെളിയിലാണ്. എവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. 2 മക്കളും വെളിയിലാണ്. സംസാരിച്ച് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, പനക്കലെ ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല, അങ്ങ് മരിച്ചാൽ മതിയടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ സാറേ, എന്തിനാ ജീവിക്കുന്നത്? ഇതൊരു ജീവിതമാണോ? ഈ ജീവിതത്തിന് തൃപ്തിയില്ല, ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുക. ഇവിടെ ഞങ്ങൾക്ക് കൂട്ടൊരു നായ്ക്കുട്ടിയുണ്ട്. നായ്ക്കുട്ടിക്ക് ചിലവാക്കുന്ന തുക അതിനേക്കാൾ കുറവാണ് ഞങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാൻ ചിലവാക്കുന്ന തുക. അത്രയ്ക്ക് സംരക്ഷണമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഞങ്ങളുടെ 2 മക്കളും. ഒരു നായ്ക്കുട്ടിയെ വെച്ചിരിക്കുകയാണ് ഞങ്ങളെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ. ഒരു നായ്ക്കുട്ടിയുടെ പരിമിതി നമുക്കറിയാമല്ലോ. അവൻ സ്നേഹിക്കും, മനുഷ്യനേക്കാൾ കൂടുതൽ സ്നേഹിക്കും. എൻ്റെ വാക്കുകളില്ല, ആ അപ്പൂപ്പൻ്റെ വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. വാർദ്ധക്യകാലത്ത് എന്ത് തൃപ്തിയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യന് ഉണ്ടാകുന്നത്? ആലോചിക്കണം. അത് ഒരു വശം. തൃപ്തിയില്ലാത്ത വാർദ്ധക്യം, മരണഭീതി ഒരു കണക്കിന്. ആ മരണഭീതിയിൽ തൃപ്തിയില്ലാത്ത വാർദ്ധക്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് എനിക്കങ്ങ് മരിച്ചാൽ മതി, ദയാവധം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. വേറൊരനുഭവം എനിക്കുണ്ട്. ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിനി വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്. അവളുടെ അച്ഛൻ ഒരു കൂലിവേലക്കാരനാണ്. രാവിലെ പണിയായുധവും എടുത്തുകൊണ്ട് ജംഗ്ഷനിൽ പോയി നിൽക്കും. ആരെങ്കിലും വിളിക്കും. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ആ വീട്ടിലെ പണികളൊക്കെ ചെയ്യും. 5 മണിയാകുമ്പോൾ 10 800 അല്ലോ 1000 രൂപ ശമ്പളമായിട്ട് കിട്ടും. ദിവസക്കൂലിയാണല്ലോ. അതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഭാര്യയെയും മക്കളെയും പോറ്റുന്ന ഒരു കൂലിപ്പണക്കാരൻ്റെ വീടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ കുട്ടി ചെറുപ്പത്തിൽ മയങ്ങി വീഴുമായിരുന്നു ക്ലാസ്സിൽ. ഒരു ദിവസം എൻ്റെ ക്ലാസ്സിൽ ഈ കുട്ടി മയങ്ങി വീണപ്പോൾ കൂട്ടുകാരും മറ്റ് അധ്യാപകരും കൂടെ ഓടി വന്ന് അവളുടെ മുടി കെട്ടിപ്പിടിച്ചിട്ട് മുടിയിൽ പിടിച്ചു വലിച്ചിട്ട് പിശാചിനെ ഇറക്കാൻ തുടങ്ങി. ഈ കുട്ടിക്ക് പിശാചു ബാധയുണ്ട്, അതുകൊണ്ടാണ് അവൾ അപസ്മാരം പോലെ ഉരുണ്ട് താഴെ വീണ് കൈകാലുകൾ വിറപ്പിക്കുന്നത് എന്ന് പറഞ്ഞു. എനിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആ കുട്ടിയെ സാവകാശത്തിൽ മറ്റ് സഹപാഠികളുടെ സഹായത്തോടെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്ന് അതുമായിട്ട് കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അതിൻ്റെ വീട്ടിലെ പ്രാരാബ്ദവും അച്ഛൻ്റെ ബുദ്ധിമുട്ടും അമ്മയുടെ തീരാരോഗവും ഒക്കെ കൊണ്ട് ആ കുട്ടിയുടെ മനസ്സിനകത്ത് തീരാത്ത വേദനയും ഉത്കണ്ഠയുമാണ്. അതുകൊണ്ടുണ്ടാവുന്ന അസുഖമായത് സൈക്കോസൊമാറ്റിക് സിക്നെസ് എന്നിതിനെ പറയും. മനസ്സ് ശരീരത്തിന് കൊടുക്കുന്ന ഒരു രോഗം. ആ കുട്ടിയുടെ അടുത്ത് കുറേ നേരം 2-3 ദിവസം ഇരുന്ന് സംസാരിച്ച് അതിൻ്റെ അസുഖം മാറി. പഠിത്തത്തിൽ ശ്രദ്ധിക്കാനായിട്ട് ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു. അവൾ പഠിച്ച് IAS കാരിയായി, ഒരു കളക്ടറായി കഴിഞ്ഞപ്പോൾ അവളുടെ പഴയ കുടിൽ മാറ്റി ഒരു പുതിയ വീട് വെക്കണമെന്ന് ആ കുഞ്ഞിന് തോന്നി. അവളുടെ കോശസ്ഥിതി അനുസരിച്ച് അവളൊരു പുതിയ വീട് വെക്കാൻ ആരംഭിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ പഴയ കുടിൽ പൊളിക്കരുത്,
ഞാൻ നിലത്ത് കിടന്നേ പരിചയമുള്ളൂ, എനിക്കത് മാത്രം മതി, എനിക്ക് കട്ടിൽ ഇട്ടുള്ള വലിയ കെട്ടിടത്തിൽ പോയി താമസിക്കാൻ ആഗ്രഹമില്ല, നിങ്ങൾ അടുത്ത് തന്നെ അത് വെച്ചോളൂ, നിങ്ങൾ അവിടെ താമസിച്ചോളൂ, ഞാൻ ഇവിടെ കിടക്കത്തുള്ളൂ. പിതാവിൻ്റെ ആഗ്രഹത്തിന് അവൾ വഴങ്ങി ഒരു നല്ല വീട് വെച്ചു. ആ കുടിൽ ഇപ്പോഴും അവിടെയുണ്ട്. ഞാൻ കാണാൻ ചെന്നപ്പോൾ ഈ മനുഷ്യൻ ആ കുടിലിൽ തന്നെയാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? തൃപ്തിയാണ് സാറേ. അദ്ദേഹത്തിനും 90 കഴിഞ്ഞു. ഇപ്പോൾ തൃപ്തിയാണ് സാറേ, പൂർണ്ണ തൃപ്തി. എന്താ ഇവിടെ കിടക്കുന്നത്? ഇവിടെ കിടന്നാണ് ഞാൻ പഠിച്ചത്. ആ പഠിച്ചതെനിക്ക് മാറ്റാനൊക്കത്തില്ല. ഞാൻ ഉറങ്ങണമെങ്കിൽ ഈ പായ വിരിച്ച് ഈ നിലത്ത് ഞാൻ കിടക്കണം, ചാണകം പതിച്ച നിലത്ത് ഞാൻ കിടക്കണം. എനിക്ക് കട്ടിലിൽ കിടന്നാൽ ഉറക്കം വരത്തില്ല. അങ്ങനെ തൃപ്തമായ ജീവിതം നയിക്കുന്ന വൃദ്ധന്മാരും നമ്മുടെ ഇടയിലുണ്ട്. 2 വശമാണ് ഞാൻ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് ഷിനോയ്ക്ക് ഒരു നിരൂപകൻ എന്നുള്ള രീതിയിൽ എന്താണ് സംസാരിക്കാനുള്ളത്? സാറേ, അതാണല്ലോ സമൂഹം. സമൂഹത്തിൽ പല വ്യക്തികളാണല്ലോ, അവരവരുടെ വീക്ഷണങ്ങളനുസരിച്ച് അവരുടെ ജീവിതങ്ങളും വ്യത്യസ്തമായിരിക്കും. വളരെ നല്ല ഉത്തരം, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ വാർദ്ധക്യത്തിലെത്തിയ ദയാവധം ആഗ്രഹിക്കുന്ന ആളുകളോട് എനിക്ക് കൊടുക്കാനുള്ള 2 ദൂതുണ്ട്, 2 സന്ദേശങ്ങൾ. ഒന്ന്, വരാനുള്ളത് വഴിയിൽ തങ്ങുമോ ഷിനോയെ? വിധിച്ചതെല്ലാം സഹിച്ചേ പറ്റുള്ളല്ലോ. നമുക്കൊരു വിധിയുണ്ട്. ആ വിധി എങ്ങനെയാണെന്ന് നമുക്ക് നിശ്ചയിക്കാനൊക്കത്തില്ല. വിധിയെ പഴിക്കരുത്, വിധിയെ നേരിടണം. എങ്ങനെ നേരിടാം? വലിയ മാനസിക വ്യഥയിലായി തീരാ രോഗത്തിന് അടിമയായി കഴിയുന്ന വൃദ്ധയായ മാതാവിനോടും വൃദ്ധയായ പിതാവിനോടും എനിക്ക് സംസാരിക്കാനുള്ളത്, യു ലുക്ക് ബാക്ക്. പുറകോട്ട് നോക്കുക. ജീവിതത്തിൻ്റെ പുറകും താളുകൾ മറിച്ച് നോക്കുക. ചെറുപ്പം മുതൽ ഇന്നേ വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സുഖകരമായ അനുഭൂതികൾ നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് മരണക്കിടക്കയിലായിരുന്നാലും ശരി, ആ കിടക്കയിൽ കിടന്ന് ഓർത്തു നോക്കുക, അയവിറക്കുക. അങ്ങനെ ആ സുഖസുഷുപ്തിയിലാകുമ്പോൾ ആ മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ്റെ മുഖത്തും ആശയുടെ കിരണങ്ങൾ കാണും. അല്ല സാറേ, ഈ ദുഃഖാർത്ഥരായി അല്ലെങ്കിൽ വിഷമിച്ച് നിൽക്കുന്ന അവർക്ക് എത്ര ദിവസം ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അയവേർക്കാനായിട്ട് സാധിക്കും? ചെറുപ്പം മുതൽ അയവിറക്കിക്കൊണ്ടേയിരിക്കണം. ഏതെല്ലാം സമയങ്ങളിൽ ബോധം കിട്ടുന്നുണ്ടോ ആ സമയങ്ങളിലെല്ലാം ഓരോരോ അനുഭവങ്ങൾ, ഓർമ്മയിൽ തങ്ങി വരുന്ന ഓരോരോ അനുഭവങ്ങൾ ഓർത്തു നോക്കണം. നമ്മുടെ മനുഷ്യ ജീവിതത്തിന് 10 ദശകളുണ്ടല്ലോ. ഒന്നാമത്തത് ശൈശവം, രണ്ടാമത്തത് പൂർവ്വബാല്യം, മൂന്നാമത്തത് ഉത്തരബാല്യം, നാലാമത്തത് പൂർവ്വ കൗമാരം, അഞ്ചാമത്തത് കൗമാരം, ആറാമത്തത് ഏർലി അഡൾട്ട്ഹുഡ്, പൂർവ്വ യുവത്വം, മധ്യയുവത്വം എട്ടാമത്തത്, 9ാമത്തത് ഉത്തരയുവത്വം, 10ാമത്തത് വാർദ്ധക്യം. ഈ കഴിഞ്ഞ 9 കാലഘട്ടവും കഴിഞ്ഞിട്ടല്ലേ ഒരാൾ വാർദ്ധക്യത്തിൽ വരുന്നത്. അപ്പോൾ ഓരോ സംഭവങ്ങൾ ചെറുപ്പത്തിൽ, ആ ചെറുപ്പത്തിൽ കളിക്കൂട്ടുകാരുമൊത്ത് ആ മഞ്ചുവട്ടിൽ കിടന്ന് കളിച്ചത് ഓർമ്മയിൽ വരുത്താൻ ശ്രമിക്കുക. ആ പൂന്തോട്ടത്തിലിരുന്ന് ആസ്വദിച്ചത്, മാനസമൈനയെ പാടിയത് ഓർത്തു നോക്കുക. ആ LP സ്കൂളിൻ്റെ ബെഞ്ചിലിരുന്ന് മറ്റവനെ പെൻസിലിൻ്റെ മുന വെച്ച് കുത്തി ഇടിച്ച് താഴ്ത്തിയത് ഓർത്തു നോക്കുക. ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്കൊരു പുഞ്ചിരി ഉണ്ടാകും. അതാണ് തൃപ്തി എന്ന് പറയുന്നത്.
ജീവിതത്തിൽ മൂല്യങ്ങൾ സമ്പാദിക്കുവാൻ, മൂല്യങ്ങൾ സമ്മാനിക്കുവാൻ, മറ്റുള്ളവർക്ക് പിൻതലമുറയ്ക്ക് ജീവിത മൂല്യങ്ങൾ കാഴ്ചവെക്കുവാൻ എനിക്കും ഷിനോയ്ക്കും കഴിയുന്നു എങ്കിൽ നമ്മുടെ വാർദ്ധക്യം തൃപ്തമായിരിക്കും. അതിനെന്ത് ചെയ്യണം? പുറകോട്ട് നോക്കണം, പുറകോട്ട് നോക്കി പഠിക്കണം. നമ്മളൊന്നും പുറകോട്ട് നോക്കാൻ താല്പര്യമുള്ളവരല്ല. നമ്മുടെ നോട്ടം എപ്പോഴും മുമ്പിലോട്ടാണ്. എനിക്ക് നാളെ എന്ത് വെട്ടിപ്പിടിക്കാം, നാളെ എനിക്ക് അങ്ങനെ ഓരോന്നിനെയും കീഴടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ പുറമോട്ട് നോക്കി തൃപ്തി അടിയുന്ന ഒരു മനുഷ്യ മനസ്സിന് മുന്നോട്ട് നോക്കാനുള്ള ശക്തിയും കിട്ടും. മുന്നോട്ട് നോക്കുന്നതാണ് പ്രത്യാശ. മരിക്കും. ആരാ മരിക്കാത്തത്? എല്ലാവരും മരിക്കുകയല്ലേ. മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും ആർക്കറിയാം? ആരും മരിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ 2 തീരമുണ്ടെന്ന് തന്നെ എൻ്റെ വേദം പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് സ്വസ്ഥതയുടെ തീരവും ഒന്ന് അസ്വസ്ഥതയുടെ തീരവും. ദുർമരണങ്ങൾ അസ്വസ്ഥതയുടെ തീരത്തേക്ക് നയിക്കുമെങ്കിൽ സത്മരണങ്ങൾ സ്വസ്ഥതയുടെ തീരത്തേക്ക് നയിക്കുമെന്നും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കെവിടേക്ക് പോകണം? ഏതായാലും പോയേ പറ്റുള്ളൂ. ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ആരോ. പോയേ മതിയാകൂ. അങ്ങനെ പോകണമെങ്കിൽ എനിക്കെവിടേക്ക് പോകണം? എനിക്ക് സ്വസ്ഥതയുടെ തീരത്തേക്ക് പോകണം. അതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോൾ പുറകോട്ട് നോക്കി നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിലെ നല്ല അനുഭവങ്ങളെ അയവിറക്കി തൃപ്തി അടയുവാനും ആ തൃപ്തിയിൽ നിന്ന് ഉടലെടുക്കുന്ന മുന്നോട്ട് നോക്കാനുള്ള ശക്തിയിലൂടെ എനിക്ക് സ്വസ്ഥതയുടെ തീരത്തേക്ക് ഈ ലോകവാസം കഴിയുമ്പോൾ കടന്നു ചെല്ലണമെന്നുള്ള ആഗ്രഹം എന്ന് പറയുന്ന പ്രത്യാശ മെനഞ്ഞെടുക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിക്കണം. അതാകട്ടെ ഈ എപ്പിസോഡിൻ്റെ സന്ദേശം. ഓവർ ടു യു ഷിനോയ്. വളരെ നന്ദി സർ. കേരളം വൃത്തസദനമാകുന്ന ഈ കാലഘട്ടത്തിൽ പ്രസക്തിയുള്ള ഒരു വിഷയവുമായിട്ടാണ് സാറ് ഇന്ന് നമ്മളോട് സംവദിച്ചത്. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് സൈനിങ് ഓഫ് ഷിനോയ് പുളിക്കൻ. മനസാ വാചാ കർമ്മണ